ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൊച്ചൂസ് കറീസ്. ഇന്നൊരു നാടൻ മീൻകറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നാടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണക്കമീൻ അയലയാണ്. ഞാൻ ഉണക്കമീൻ എടുത്തിരിക്കുന്നത്. അയലയും ഏത്തക്കായും മാങ്ങയും ചേർന്നുള്ള ഒരു കിടിലൻ മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാനിവിടെ മീൻ ചട്ടിയിൽ 2 ഏത്തക്ക, ഒരു മാങ്ങ, 4 പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇത് കണ്ടോ, 2 ഉണക്ക അയല വൃത്തിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അയലയ്ക്ക് പകരം വേറെ ഉണക്ക മീനുകളും ആവാം. ഇനി നമ്മൾ അരപ്പുണ്ടാക്കണം. അരപ്പിന് വേണ്ടി 1 മുറി തേങ്ങയുടെ പകുതി, അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ചിരവിയത്, കുറച്ച് മല്ലിപ്പൊടി ആണെങ്കിലും മതി, പിന്നെ 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവ മിക്സിയിൽ നന്നായിട്ട് ഇങ്ങനെ അരച്ച് വെള്ളം പോലെ അരച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ ചട്ടിയിൽ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന മാങ്ങയും ഏത്തക്കായും ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പം അതിലെ ആ മാങ്ങ മാത്രം ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ അരപ്പെടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അത് അവിടെ ഇരുന്ന് തിളച്ചോട്ടെ. ഈ തിളയ്ക്കുന്നതിനകത്തോട്ട് നമ്മൾ നമ്മുടെ വൃത്തിയാക്കിയ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കഷ്ണിക്കണേ. പിന്നെ ഉണക്കമീൻ ആയതുകൊണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മീനിലെ ഉപ്പ് ഇതിലേക്ക് ഇറങ്ങും. വേണമെങ്കിൽ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് രുചി നോക്കും. ഉപ്പ് ആവശ്യമുള്ളവർ കുറച്ചുകൂടി ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തിരുന്ന് തിളച്ച് വെന്ത് കഴിയുമ്പം നമ്മൾ ഇനി കടുക് വറക്കണം. അപ്പം കടുക് വറക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 വെളുത്തുള്ളി തൊലി പൊളിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയതും, ചെറിയ കഷ്ണം ഇഞ്ചി, 3 ചുമന്നുള്ളി, 2 വറ്റൽ മുളക്, കറിവേപ്പില, ഇത്രയും എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചി ഇവ മിക്സിക്കകത്തിട്ട് അരയ്ക്കരുത്. അത് കടുക് വറുത്തിടുക, അവസാനം ഇത് കടുക് വറുത്തിടുകയേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ രുചിക്ക് വ്യത്യാസം വരും. ഇനി ഒരു ചീനിച്ചട്ടി ചൂടാക്കി നമ്മൾ ഓയിൽ ഒഴിക്കുക. കണ്ടോ, ഒരു ചെറിയ സ്പൂൺ ഉലുവ ആദ്യം ഇടണം, കടുക് അതിന് ശേഷം ഇടണം, വറ്റൽ മുളക്, പിന്നീട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ച് ശേഷം മീൻ കറിയിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇപ്പോൾ നമ്മുടെ മീൻ കറി റെഡി. അപ്പം നമ്മളിത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ ഇത് മാത്രം മതി. അത്രയ്ക്കും ടേസ്റ്റാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരാം. താങ്ക് യു.